لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യഥാവിധി സൂക്ഷിച്ചു അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം ശ്രദ്ധയോടെ പാലിച്ചും മുത്തഖികളായി തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം, പരിശ്രമിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൊരു റജബ് 27 ഇസ്ലാമിക ചരിത്രത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. ദീനിയായിട്ട് പ്രാധാന്യമുള്ള ഒരു ദിവസം എന്നല്ല, ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. ആ പ്രാധാന്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇസ്രാ മിഅ്റാജ്, അൽ ഇസ്രാ വൽ മിഅ്റാജ്. ഇസ്രാഉം മിഅ്റാജും ഒരു സംഭവം, അതിന്റെ രണ്ട് രൂപങ്ങൾ. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്തിന്റെ ഏതാണ്ട് 9-ാം വർഷം, ഹിജ്റയുടെ ഒരു വർഷം മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു പ്രത്യേകമായ അനുഭവം, പ്രത്യേകമായ ഒരു അവസരം, അതാണ് ഇസ്രാഉം മിഅ്റാജും എന്ന് പറയുന്നത്. ഇത് മിഅ്റാജ് എന്ന് നമ്മളെപ്പോഴും കേൾക്കാത്ത ആരുമില്ല. ഇസ്രാ എന്നാലും നമ്മൾ കേൾക്കുന്നതാണ്. ഇസ്രാഉം മിഅ്റാജും എന്ന് പറയുന്നത് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന്, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിൽ യാത്ര ചെയ്തെത്തി അവിടെ നിന്ന് ഉപരിലോകത്തേക്ക് സഞ്ചരിച്ച് 7 ആകാശം വരെ പോയി അള്ളാഹുവുമായി കണ്ടുമുട്ടി അഭിമുഖ സംഭാഷണം നടത്തി തിരിച്ചു വന്ന സംഭവമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രാ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ഒരുവൻ പരിശുദ്ധൻ, അല്ലാഹു പരിശുദ്ധനാണവൻ. അസ്റാ ബിഅബ്ദിഹി, തന്റെ ദാസനെയും കൊണ്ട് രാപ്രയാണം നടത്തിയ, ലൈലൻ രാത്രിയിൽ പ്രയാണം നടത്തിയ നാഥൻ, മിനൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇലൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിലേക്ക്. ബറക്ന ഹൗലഹു, ആ മസ്ജിദുൽ അഖ്സയുടെ പ്രത്യേകത അതിനു ചുറ്റും നാം അനുഗ്രഹിച്ചു ഇരിക്കുന്നു, അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. മിൻ ആയാത്തിന ലുനിയുരിയഹു മിൻ ആയാത്തിന,
എന്തിനാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്ന് ചോദിച്ചാൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് തന്റെ ദാസനെ അഥവാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിക്കുവാൻ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ്. സൂറത്തുൽ ഇസ്രാ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, ഈ ആയത്താണ്. ഇതാണ് ഇസ്രാ മിഅ്റാജിനെ സംബന്ധിച്ചുള്ള ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രകടമായിട്ടുള്ള വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരായത്ത്. പിന്നെ അള്ളാഹുവുമായി കണ്ടുമുട്ടിയതും സംഭാഷണം നടത്തിയതും അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ കൂടെ യാത്ര ചെയ്തതുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ, ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ നേർക്കുനേരെ കണ്ട കാര്യങ്ങളൊക്കെ സൂറത്തുൻ നജ്മിന്റെ ആദ്യ ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ തഫ്സീറുകളോ മറ്റോ വായിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് സൂറത്തുൽ ഇസ്രാ ഈ ഭാഗം വായിക്കാം. പിന്നെ സൂറത്തുൻ നജ്മിലെ ആ ഭാഗങ്ങളും വായിക്കാവുന്നതാണ്. തഫീമുൽ ഖുർആൻ വായിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തഫ്സീറുകളും വായിക്കാം. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം വീട്ടിൽ ഉറങ്ങിക്കിടക്കെ ജിബ്രീൽ അലൈഹി സ്വലാം വന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിക്കൊണ്ടുപോയി മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബുറാഖ് എന്ന, ഇതൊക്കെ ബാക്കി എവിടെ കിടക്കുന്നത് വെച്ചാൽ ഹദീസുകളാണ്, സ്വഹീഹായ കുറേ ഹദീസുകളാണ്, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല, പല തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്വഹീഹായ ഹദീസുകളാണ്. ആ ഹദീസുകളിൽ പറയാം, ബുറാഖ് എന്ന ഒരു വാഹനത്തിന്റെ പുറത്ത് ഏറി ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ റസൂലിനെ ഇങ്ങനെ കൊണ്ടുപോയി. പോകുന്ന വഴിക്കൊക്കെ പ്രവാചകന്മാരെ പലയിടത്തും കണ്ടുമുട്ടി. പ്രവാചകന്മാർക്ക് അവിടെ മസ്ജിദുൽ അഖ്സയിൽ ഇമാമായിട്ട് നമസ്കരിച്ചു. ഇതൊക്കെ ഹദീസിലുള്ളതാണ്. അങ്ങനെ പോയി ഒരിടം വരെ എത്തി. എവിടെയാണ് എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻദ സിദ്റത്തുൽ മുൻതഹ ഇൻദഹ ജന്നത്തുൽ മഅ്വ, അല്ലെ? ഖുർആൻ സൂറത്തുൻ നജ്മിൽ അതാ പറഞ്ഞിട്ടുള്ളത്. അവിടം വരെ എത്തി. അവിടെ നിന്ന് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തനിച്ചു പോവുകയും അല്ലാഹുവുമായി അഭിമുഖ സംഭാഷണം നടത്തുകയും തിരിച്ചു വരികയും ആ യാത്രയിലാണ് 5 നേരത്തെ നമസ്കാരം സത്യവിശ്വാസികൾക്ക് അനുഗ്രഹമായി, കാരുണ്യമായി, ദാനമായി കിട്ടുകയും ചെയ്തത് എന്നാണ് നമുക്ക് ഹദീസിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഒക്കെ പിന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിനെ സംബന്ധിച്ചൊക്കെ ചർച്ച, ഇത് കുറെ പറയാനുള്ള വിഷയങ്ങളാണ്. നമ്മുടെ സമയപരിധിയിൽ ഒന്നുകൊണ്ട് പറയാവുന്ന രൂപത്തിൽ ഇപ്പൊ ഞാനത് പറയുള്ളൂ. ഈ സംഭവത്തെ സംബന്ധിച്ച് പിന്നെ 2 തരത്തിൽ, ഒന്ന് നേർക്കുനേരെ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകാശയാത്രയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുള്ള അല്ലാഹു തആല കൊടുത്തിട്ടുള്ള ഒരു അവസരമാണ്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിനുരിയഹു മിൻ ആയാതിന, കാരണം കടുത്ത പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പോവുക. ഹിജ്റയുടെ മുമ്പെന്നൊക്കെ പറഞ്ഞ എല്ലാ പ്രബോധന പ്രവർത്തനങ്ങളും നിഷ്ഫലമായി തീരുന്ന വിധം പ്രവാചകനോടുള്ള ശത്രുതയിൽ അവിടെ ഉണ്ടായിരുന്ന പ്രതിപക്ഷം അല്ലെങ്കിൽ ശത്രുക്കള് ഇസ്ലാമിനോടും പ്രവാചകനോടുമുള്ള വിരോധത്തിന്റെ അതിന്റെ പരമകാഷ്ഠയിലെത്തിയിട്ടുള്ള സന്ദർഭമാണ്. ഇനി ഒന്നും സാധ്യമല്ലാത്ത വിധം അവിടെ സ്തംഭിച്ചു നിൽക്കുകയാണ്. അങ്ങേയറ്റത്തെ മാനസിക ഞെരുക്കവും പ്രയാസങ്ങളും മനുഷ്യരെന്ന നിലക്ക് ആർക്കും അനുഭവപ്പെടാവുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ ഉണ്ടായിട്ടല്ലോ അല്ലേ, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസി അസഫ എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അതാണ്. അള്ളാഹുവിന്റെ റസൂലിന് ഉണ്ടായിട്ടുള്ള മാനസിക വിഷമങ്ങൾ, കാരണം എന്തു പറഞ്ഞാലും അതൊക്കെ നേരെ തള്ളിപ്പോവാണ്, അത് തിരിച്ചടിക്കുകയാണ്, ആരും ഉൾക്കൊള്ളുന്നില്ലെന്ന് മാത്രമല്ല ശത്രുത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പറ്റം ആളുകൾ മാത്രം, ആ ആളുകളാവട്ടെ കടുത്ത മർദ്ദന പീഡനങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇനിയിപ്പോ ഇവിടെ എന്താണ് സംഭവിക്കല്ലേ, അങ്ങനെ മനസ്സ് തിടുങ്ങി ഞെരുങ്ങി അങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് വലിയ മാനസികമായ ശക്തി, കരുത്ത് ഉണ്ടെങ്കിൽ മാത്രം മുമ്പോട്ട് പോകാവുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവുക. അപ്പോ പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഇങ്ങനെ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു യാത്ര ഒരുക്കി എന്നത് എന്താണെന്ന് ചോദിച്ചാൽ ലിനുരിയഹു മിൻ ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നേരിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പൊ നേരിട്ട് പോയിട്ട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇതുവരെ വഹയിലൂടെ ലഭിച്ച് കേട്ട് മനസ്സിലാക്കി മനുഷ്യരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച്, സ്വർഗത്തെ സംബന്ധിച്ച്, നരകത്തെ സംബന്ധിച്ച്, മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പരലോകത്തെക്കുറിച്ച് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പക്ഷെ ഈ കാര്യങ്ങളൊക്കെ നേർക്കുനേരെയുള്ള ഒരു കാഴ്ചയായിട്ട് കണ്ടാൽ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അജായിബുകളെ സംബന്ധിച്ച്, ഖുദ്റത്തുകളെ സംബന്ധിച്ച്, അവന്റെ മഹത്വത്തെ സംബന്ധിച്ച്
ഗാംഭീര്യത്തെ സംബന്ധിച്ച്, ഉപരിലോകത്തെ സംബന്ധിച്ച്, പ്രവാചകന്മാരെ കുറിച്ച്, ഇതൊക്കെ നേർക്കുനേരെ ഒന്ന് കണ്ടാലുണ്ടാകുന്ന, അല്ലെ, കണ്ടിട്ടുണ്ടാകുന്ന ഒരു ഉറപ്പുണ്ടല്ലോ. അത് കേട്ടാൽ എത്ര കേട്ടാലും ഉണ്ടാവാത്ത ഒന്ന്. ഐനുൽ യഖീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ. നേർക്കുനേരെ കണ്ണുകൊണ്ട് കണ്ടാലുണ്ടാകുന്ന ഒരു ഉറപ്പുണ്ട്. ഒരു സംഗതി നേരെ കണ്ടു. പലരും പറഞ്ഞു 100 കാത് 100 വായ് കൊണ്ട് പറഞ്ഞിട്ട് 100 കാതുകൊണ്ട് കേട്ടാലും ഒരു കണ്ണുകൊണ്ട് കണ്ടതിന്റെ ശക്തി ഉണ്ടാവില്ല. അപ്പോ അങ്ങനെയുള്ള ഒരു കാഴ്ചക്ക് അള്ളാഹുവിന്റെ റസൂലിന് അവസരം കൊടുത്തു. അതാണ് ഇസ്രാ മിഅ്റാജിന്റെ പൊരുൾ. ഇസ്രാ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് മദീന വരെയുള്ള, മസ്ജിദുൽ അഖ്സ വരെയുള്ള യാത്രക്കാണ് ഇസ്രാ എന്ന് പറയാം. മിഅ്റാജ് എന്ന് പറയുന്ന അവിടുന്ന് അങ്ങോട്ടുള്ള ആരോഹണം, ഉയർന്നു പോകുന്നവനാണ് മിഅ്റാജ് എന്ന് പറയും. അപ്പൊ ഈ ഇസ്രാവും മിഅ്റാജും ഈ ഒരു അനുഭവം അള്ളാഹുവിന്റെ പ്രവാചകന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇത് നേർക്കുനേരെയുള്ള ഒരു അനുഭവമാണ്. ഇത് നേർക്കുനേരെയുള്ള ഒരു അനുഭവമാണ്. അതായത് നേർക്കുനേരെയുള്ള ഒരു യാത്രയാണ്. ഇതിനെക്കുറിച്ച് 2 അഭിപ്രായം ഞാൻ പറഞ്ഞതെന്നറിയോ? 2 അഭിപ്രായം എന്ന് പറയുന്നത് ഇത് നേർക്കുനേരെയുള്ള യാത്രയാണെന്നാണ് പണ്ഡിതന്മാരും മുഫസ്സിരീങ്ങളും ഒക്കെ പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് മക്കയിൽ നിന്ന് മദീനയിൽ പോകുന്നു, മസ്ജിദുൽ അഖ്സയിൽ പോകുന്നു. അവിടുന്ന് ഇതൊക്കെ നേരെ സംഭവിച്ചതാണ്. അതുകൊണ്ട് ഇതിന് വേറെ ഒരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല എന്ന്, അതാണ് പ്രാമാണികമായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള, മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതി. മൗലാന മൗദൂദി തഫ്സീറുൽ ഖുർആൻ നമ്മൾ വായിക്കുമല്ലോ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു വേറെ ചിലര് പറയുന്നുണ്ട് ഇതൊരു സ്വപ്നത്തിലുണ്ടായ ഒരു അനുഭവമാണെന്ന്. ഒരു സ്വപ്നം തോന്നി, നബി ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടതാണ്. ആ സ്വപ്നത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു സ്വപ്നത്തെ കണ്ടതിനെ കുറിച്ച് ഒരു വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിന്റെ പേരെന്നെ സൂറത്തുൽ ഇസ്രാ. സ്വപ്നം ആർക്കൊക്കെ എന്തൊക്കെ കാണാം. സ്വപ്നം കാണാൻ സെക്കൻഡുകൾ മതി നമുക്കറിയാം. നമ്മളിപ്പോ ഒരു വലിയ നീണ്ട യാത്ര നടത്തുന്നതിനെ കുറിച്ച് ഒരു സ്വപ്നം കണ്ടു എന്ന് വിചാരിക്കുക. അതിനെക്കുറിച്ച് ഉള്ള പഠനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതാനും സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു കാഴ്ചയായിരിക്കും, മനസ്സിന്റെ ഒരു അവസ്ഥയായിരിക്കും. പക്ഷെ നമ്മൾ ഇവിടുന്ന് ചിലപ്പോൾ ദുബായി പോയിട്ട് തിരിച്ചു വരും. അതൊരു ഏതാനും സെക്കൻഡുകൾ മാത്രമുള്ള ഒരു കാഴ്ചയായിരിക്കും. അപ്പൊ സ്വപ്നം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അപ്പൊ ഒരു സ്വപ്നം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ഒരു യാത്രയുടെ അനുഭവം ഉണ്ടായി, അല്ലെങ്കിൽ കുറെ കാഴ്ചകൾ കണ്ടു എന്നതൊരു വലിയ സംഭവമായിട്ട് സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പരിശുദ്ധൻ, അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തി പറഞ്ഞിട്ട് പറയേണ്ട ഒരു കാര്യമാണോ? അതുകൊണ്ട് അത് അങ്ങനെയല്ലത്. നേർക്കുനേരെയുള്ള ഒരു യാത്ര, ശാരീരികമായി തന്നെ അള്ളാഹുവിന്റെ റസൂലിനുണ്ടായ ഒരു യാത്രയാണ് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം. അതിനെ അങ്ങനെ വിശ്വസിക്കാനേ നമുക്ക് പറ്റൂ എന്ന് മൗലാന മൗദൂദി തഫ്സീറുൽ ഖുർആനിലൊക്കെ പറഞ്ഞു. അതുപോലെ തഫ്സീറുകളിൽ ഇപ്പോൾ തഫ്സീർ അമാനി നമ്മൾ വായിച്ചു നോക്കിയാൽ, അതുപോലുള്ള ഇതിന്റെ അറബി തഫ്സീറുകളൊക്കെ നോക്കിയാൽ ഇത് ഇങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷെ ചില ആളുകൾ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞത് ഇതൊരു സ്വപ്നം പോലുള്ള, അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവിനെ സംബന്ധിച്ചും ഖുദ്റത്തിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഖുർആനിന്റെ ഈ സംഗതികളെ സംബന്ധിച്ചും അങ്ങനെ അങ്ങോട്ട് ഉൾക്കൊള്ളുന്നതിന് ഒരു പ്രയാസം അവർക്കുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോയേക്കാം. പക്ഷെ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ചിലർ അപൂർവമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊരു സ്വപ്നത്തിലുണ്ടായ അനുഭവമാണ് ആയിരിക്കാം. പക്ഷെ അല്ല, ഇത് നേർക്കുനേരെയുള്ള ഒരു യാത്രയാണ്. ലിനുരിയഹു മിൻ ആയാതിന. എന്താണെന്നറിയോ? ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുക. എന്തൊക്കെയാ കണ്ടതെന്നറിയോ? ആ കാഴ്ചകളെ ഹദീസുകളിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കണ്ട കാഴ്ചകളെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഒരൊറ്റ കാഴ്ചയെ കുറിച്ച് ഞാൻ പറയാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ അറജ ബി റബ്ബി മറർതു ബിഖൗമിൻ. ഞാൻ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ കൊണ്ടുപോയപ്പോ, ആകാശാരോഹണം ഉണ്ടായപ്പോ, ഞാനൊരു സമൂഹത്തിന്റെ ഒരു വിഭാഗം ആളുകളുടെ അടുക്കലൂടെ ഞാൻ നടന്നുപോയി. കുറച്ച് ആളുകളെ ഞാൻ കണ്ടു. ലഹും അൽഫാറും മിൻ നുഹാസിൻ. അവർക്ക് ചെമ്പിന്റെ നഖമുണ്ട്. യഖ്മിശൂന വുജൂഹഹും വസുദൂറഹും. അവരെന്താ ചെയ്യുന്നത്? ഈ ചെമ്പിന്റെ നഖമുള്ള വിരലുള്ള നഖമുണ്ട്. ആ ചെമ്പിന്റെ നഖങ്ങൾ കൊണ്ട് അവരുടെ മുഖങ്ങളും അവരുടെ നെഞ്ചും ഒക്കെ മാന്തി പൊളിച്ചോണ്ടിരിക്കുക. ഫഖുൽതു മൻ ഹൗലാഇ യാ ജിബ്രീൽ. അപ്പൊ ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീലെ ഇതാരാണ്? ഖാല, ജിബ്രീൽ പറഞ്ഞു, ഹൗലാഇ അല്ലദീന യഅകുലൂന ലുഹൂമൻ നാസ്. ഇവർ മനുഷ്യരുടെ മാംസം തിന്നുന്നവരാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം. മനുഷ്യരെ മാംസം തിന്നുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ലേ? പരദൂഷണവും കുറ്റങ്ങളും കുറവുകളും മറ്റു മനുഷ്യരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് ഈ മാംസം തിന്നുക എന്ന് പറഞ്ഞത്. ജനങ്ങളുടെ മാംസം തിന്നുന്നവരും വയഖഊന ഫീ അറാളിഹിം. അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നവരും. മനുഷ്യരെ മാനം കെടുത്തുക, മനുഷ്യരെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുക. ഇങ്ങനെ മനുഷ്യരുടെ കൂട്ടത്തിൽ ജീവിച്ച ആളുകൾ ഇന്ന് ഇപ്പൊ ഇവിടെ അനുഭവിക്കുന്ന അനുഭവമാണിത്. ചെമ്പിന്റെ നഖങ്ങളും മൂർച്ചേറിയ നഖങ്ങൾ കൊണ്ട് സ്വന്തം മുഖവും സ്വന്തം
പാറിടങ്ങളും മാന്തിപ്പൊളിക്കുന്ന വിഭാഗമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. ഇത് ഒരു ഹദീസാണ്, സഹഹഹു അൽബാനി അതുപോലെ പണ്ഡിതന്മാരൊക്കെ വളരെ സഹീഹായ ഹദീസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കണ്ട കാഴ്ചകൾ ഇങ്ങനെ ഓരോ കാഴ്ചകളാണ്. മെഹറാജിന്റെ രാത്രിയിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാടുണ്ട്, എല്ലാം കൂടെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടു, വിചാരികളെ കണ്ടു, പലിശക്കാരെ കണ്ടു, അതുപോലെ തന്നെ നമസ്കാരം ഭാരമായിട്ട് കൊണ്ടുനടക്കുന്ന ആളുകളെ കണ്ടു, അവർക്കൊക്കെ ഉള്ള പ്രശ്നങ്ങൾ, അവരനുഭവിക്കുന്ന ശിക്ഷകളും പ്രയാസങ്ങളും കണ്ടു, സ്വർഗം കണ്ടു, സ്വർഗത്തിൽ ആളുകൾ അനുഭവിക്കുന്ന അനുഭൂതികൾ കണ്ടു, അതിന്റെ സുഖങ്ങൾ കണ്ടു, ആരൊക്കെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് മനുഷ്യർ സ്വർഗത്തിൽ. ഇപ്പൊ ഈ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും അനുഭവങ്ങൾ നേർക്ക് നേരെ ഇങ്ങനെ കാണാനുള്ള അവസരം ലിനുരിയഹു മിൻ ആയാതിന, അതാണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് ആ കാഴ്ചകളൊക്കെ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നു. പിറ്റേ ദിവസം നബി ഇത് വന്ന് നാട്ടിൽ പറഞ്ഞു, ആളുകളോട് പറഞ്ഞു, അതല്ലേ കേൾക്കണോ പുകില്, വമ്പിച്ച കുഴപ്പം എന്ന് പറഞ്ഞാൽ രൂക്ഷമായ പരിഹാസം. നേരത്തെ തന്നെ പറയുന്നുണ്ട് മുഹമ്മദിന് വട്ടാണെന്ന ആളുകൾ ഇന്നഹൂല മജ്നൂൻ അല്ലേ, ഞങ്ങൾ അപ്പളേ പറഞ്ഞിട്ടില്ലേ, ആളുകൾക്ക് കിട്ടിയ അവസരം ഞങ്ങൾ അപ്പളേ പറഞ്ഞിട്ടുണ്ട് ഇത് ഇയാൾക്ക് സുഖമില്ലാന്ന് ഇല്ലേ, ഇപ്പൊ മാനസിക പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ എന്താ വട്ട, ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് ശത്രുക്കൾ ഒരു വലിയ ആയുധമായിട്ട് അതിനെ ഉപയോഗിച്ചു, വലിയ ആയുധമായിട്ട് ഉപയോഗിച്ചു. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വിശ്വാസത്തിൽ ദൗർബല്യമുള്ള ആളുകൾ അങ്ങനെ പറയാവോ, എന്നാലും അങ്ങനെ പറയാം. എന്നിട്ട് ആളുകൾ പിന്നെയും വന്ന് ചോദിക്കുകയാണ് ഈ കളിയാക്കുന്നത്, മുഹമ്മദ് എന്നിട്ട് അങ്ങനെ എന്നിട്ട് അങ്ങനെ പോയി എന്നിട്ട് നേരം വെളുത്തപ്പോ എവിടെ മുഹമ്മദ്, വീട്ടിൽ തന്നെ, വീട്ടിൽ തന്നെ. എന്നാലും മുഹമ്മദേ തള്ളിന്, നമ്മളെ ഭാഷയിൽ പറഞ്ഞാല് തള്ളിനൊക്കെ ഒരു പാകല്ലേ എന്നൊക്കെയുള്ള രൂപത്തിൽ ആ ചോദ്യം. മുസ്ലിങ്ങളുടെ ഇടയിൽ വരെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ചിലരിത് ശ്രമിച്ചു, മുനാഫിക്കുകളൊക്കെ ശ്രമിച്ചു, അല്ലെങ്കിൽ വിശ്വാസത്തിൽ ശക്തി കുറഞ്ഞ ആളുകൾക്ക് ഇടർച്ചയുണ്ടായി. അപ്പൊ പലരും ചിലർ ചെയ്തത് ചിലപ്പോൾ ഒരു കൂട്ടർ എന്താ ചെയ്തതെന്നറിയോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഇതേ നിങ്ങളുടെ സഹോദരൻ, നിങ്ങളുടെ സുഹൃത്തില്ലേ, നിങ്ങളുടെ പ്രവാചകൻ, ആ പ്രവാചകനെ കുറിച്ച് നിങ്ങളിപ്പോ വളരെ ഇതായിട്ട് പറഞ്ഞെടുക്കല്ലേ, ആ പ്രവാചകനെ, നിങ്ങളുടെ മുഹമ്മദ് എന്ന പ്രവാചകനെ ഇപ്പൊ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. എന്താ പറഞ്ഞത്? ഇവിടെ നിന്ന് മസ്ജിദുൽ അഖ്സയിൽ പോയി, എവിടെ, ഷാം, ഫലസ്തീൻ, എത്രയോ ദിവസം വേണം. അന്ന് അവിടെ കാൽനടയായിട്ട് ഒട്ടകപ്പുറത്ത് എത്തണമെങ്കിൽ തന്നെ കുറെ ദിവസം വേണം. അവിടെ പോയി എന്ന് അവിടെ നിന്നിട്ട് പിന്നെ 7 ആകാശം വരെ പോയി അള്ളാഹുമായി സംഭാഷണം നടത്തി തിരിച്ചു വന്നു. രാവിലെ വീട്ടിൽ തന്നെ ഉണ്ട്. ഇതാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുവോ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ചോദിച്ചപ്പോ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞ മറുപടിയാണ് ചരിത്ര പ്രസിദ്ധമായ മറുപടി. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണ്. ഇതെപ്പോഴതിനു മുമ്പ് ഈ വാചകം അബൂബക്കർ റളിയല്ലാഹു ആവർത്തിച്ചിട്ടുണ്ട്, ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ആവർത്തന. എപ്പോഴാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നുബുവത്ത് പ്രഖ്യാപിച്ചു അല്ലേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചില്ലേ, സഫാ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് പറഞ്ഞില്ലേ. ആ പറഞ്ഞ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ ഇല്ലല്ലോ, പുറത്താ. തിരിച്ചു വരുന്ന വഴിയിൽ ചെന്നിട്ട് ആളുകൾ ഇത് പറഞ്ഞു, ഇതേ നിങ്ങളുടെ കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അതൊന്നും മിണ്ടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നേരെ പോയിട്ട്, അങ്ങയെക്കുറിച്ച്, താങ്കളെക്കുറിച്ച്, ഏറ്റവും അടുത്ത സുഹൃത്താണോ, താങ്കളെക്കുറിച്ച് ഞാൻ ഇങ്ങനെ കേട്ടു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ താങ്കൾ? അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കളുടെ അഭിപ്രായം എന്താ? നബി തിരിച്ചു ചോദിച്ചു. അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണ്. ആർക്കാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അറിയാം? 40 കൊല്ലക്കാലം ഒന്നിച്ച് ജനിച്ച് ജീവിച്ച് കളിച്ച് വളർന്ന ഉറ്റ സുഹൃത്തുക്കൾ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ആത്മമിത്രങ്ങൾ. അതിലൊരുത്തൻ ഫ്രോഡാണെങ്കിൽ മറ്റേയാൾക്കത് അറിയും, അവന്റെ സത്യസന്ധത അറിയും, അവന്റെ എല്ലാ ശക്തിയും ദൗർബല്യങ്ങളും ഏറ്റവും കൂടുതൽ അറിയാം ആർക്കാ? ഈ അടുത്ത സുഹൃത്തിനാ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, താങ്കൾ എന്നൊക്കെ നമ്മൾ ഇവിടെ ബഹുമാനപൂർവ്വം നമ്മൾ പറയാം അല്ലെ, താങ്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണ്. ഞാനത്, എനിക്ക് സംശയമല്ല, ഞാൻ ഇതാ പ്രഖ്യാപിക്കുന്നു എന്റെ വിശ്വാസം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അപ്പം പ്രഖ്യാപിച്ചു. പിന്നെ ഇതിന്റെ ആവർത്തനം 8 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ കാണാം, 9ാമത്തെ വർഷം. താങ്കൾ ഇത് വിശ്വസിക്കുന്നുണ്ട്, അബൂബക്കർ നിങ്ങളുടെ കൂട്ടുകാരൻ ഈ പറഞ്ഞ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണ്. അദ്ദേഹം കള്ളം പറയില്ല. കാരണം അത്രയും എനിക്കറിയാം. എനിക്ക് മുഹമ്മദിനെ അറിയുന്നത് പോലെ നിങ്ങൾക്കറിയോ? അറിയില്ല അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയുടെ തെളിവായിട്ട്, സത്യപ്രവാചകനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തെളിവായിട്ട് എല്ലാ വിശകലനങ്ങളിലും പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞൊരു വാക്കാ. ഏറ്റവും അടുത്ത സുഹൃത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് 1ാമത് പ്രവാചകന്റെ സത്യത്തിന്റെ സാക്ഷ്യം.
രണ്ടാമത് തന്റെ പ്രിയതമയായിരുന്ന ആ ഭാര്യ. ഒരു മനുഷ്യനെ പിന്നെ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ അറിയുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്ന ഒരാൾ ഭാര്യയാണ് അല്ലെ. ആദ്യമായിട്ട് പ്രവാചകനിൽ വിശ്വസിച്ചത് ആരാ? സ്വന്തം ഭാര്യയാണ് വിശ്വസിച്ചത്. പിന്നെ സ്വന്തം കുടുംബത്തിലെ അലി റളിയല്ലാഹു അൻഹു വിശ്വസിച്ചത്. സ്വന്തമായി തനിക്ക് സേവനം ചെയ്തുകൊണ്ടിരുന്ന ആളാണ് വിശ്വസിച്ചത്. ഏറ്റവും അടുത്ത ആളുകൾ, അവർക്കാണ് ഒരു മനുഷ്യനെ അറിയുക. അപ്പൊ ഇതിവിടെ പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ എന്താ പറഞ്ഞത്? അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണ്. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആ പേര് വന്നത്. എന്ത്? സിദ്ദീഖ് എന്ന വിശേഷണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നൽകിയത്. ആ പ്രഖ്യാപനമാണ് വിശ്വാസികളെ വിശ്വാസത്തിൽ അടിയുറപ്പിച്ചു നിർത്തിയത്. ആ പ്രഖ്യാപനമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ആ പ്രഖ്യാപനമാണ് അവിടെ ഓടി നടന്ന് മുസ്ലിങ്ങളെ കളിയാക്കുകയും പ്രവാചകനെ പരിഹസിക്കുകയും ചെയ്യാൻ ഈ സംഭവം ഉപയോഗപ്പെടുത്തിയ ആളുകളെ അടക്കി നിർത്തിയതും അവരെ നിർവീരരാക്കിയതും നിരായുധരാക്കിയതും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രഖ്യാപനമാണ്. അപ്പൊ ഈമാൻ എന്ന് പറഞ്ഞാൽ അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്. ഇത് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണ്. കാരണം ഞാൻ ഉപരിലോകത്തു നിന്നുള്ള വചനങ്ങളിൽ വിശ്വസിക്കുന്നവനാണ് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനായ മുഹമ്മദിനെ പ്രവാചകനായി തെരഞ്ഞെടുത്തിരിക്കുന്നുവെന്നും അള്ളാഹുവിന്റെ വചനങ്ങൾ ജിബ്രീൽ എന്ന മലക്ക് മുഖേന പ്രവാചകന് കിട്ടിക്കൊണ്ടിരിക്കുന്നുവെന്നും അള്ളാഹുവിന്റെ തെരഞ്ഞെടുത്ത പ്രവാചകനാണ് ഈ മനുഷ്യനെന്നും ഒക്കെ ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ ഉപരിലോകത്തു നിറങ്ങുന്ന വചനങ്ങളിലും വാചകങ്ങളിലും ആ വാക്യങ്ങളിലും ആയത്തുകളിലും ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ പിന്നെ ഇത് ഞാൻ എന്തിനു വിശ്വസിക്കാതിരിക്കണം? ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പരിമിതി അല്ലാഹുണ്ടോ? മനുഷ്യന്റെ പരിമിതി ഇല്ലല്ലോ. മനുഷ്യരുടെയോ സൃഷ്ടികളുടെയോ ഒരു പരിമിതിയും അല്ലാഹുവിനില്ല. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു തആല ഒരു കാര്യം ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചാൽ കുൻ എന്ന് പറഞ്ഞാൽ മതി. കുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക, ഫയകൂൻ അപ്പൊ അത് ഉണ്ടാകും. അള്ളാഹുവിന്റെ ഒരു ഉദ്ദേശം മതി. നടക്കുക എന്നൊരു ഉദ്ദേശം ഉണ്ടായാൽ അത് നടക്കും. ഇതാണല്ലോ കഴിവുകൾക്ക്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവിന് പരിമിതികളില്ല, അസാധ്യമായിട്ടൊന്നുമില്ല. എല്ലാറ്റിനും കഴിവുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലെ. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞതോടുകൂടി കലക്കാൻ വേണ്ടി നന്നവ ആളുകൾ നിരാശരായിട്ട് തിരിച്ചുപോയി. സത്യവിശ്വാസികളുടെ വിശ്വാസം ദൃഢമായി സിദ്ദീഖ് സത്യത്തെ സത്യമായി അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവനെന്ന വിശേഷണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നൽകി. അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഈ സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇനി മെഹറാജിന്റെ രാത്രിയിൽ കണ്ട കാഴ്ചകൾ സ്വർഗം നരകം. അപ്പൊ വേറെ ചോദ്യമുണ്ട്, സ്വർഗം നരകം വന്നിട്ടില്ലല്ലോ, വിചാരണയെ കഴിഞ്ഞിട്ടില്ല, ആളുകൾ ജീവിച്ച് തീർന്നിട്ടില്ലല്ലോ, പിന്നെന്ത് സ്വർഗം നരകം? അപ്പൊ അതുകൊണ്ട് അതിൽ പല കാഴ്ചകളും കാണുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? ഇതൊക്കെ ഒരു സാമ്പിൾ കാണിച്ചു കൊടുത്തു. ഇങ്ങനെയാണ് സ്വർഗം, ഇങ്ങനെയാണ് സ്വർഗീയ അനുഭവങ്ങൾ, ഇങ്ങനെയാണ് നരകത്തിന്റെ അനുഭവം, ഇങ്ങനെയാണ് നന്മ ചെയ്യുന്നവർക്കുണ്ടാകുന്ന ഫലങ്ങൾ, ഇങ്ങനെയാണ് തിന്മ ചെയ്യുന്നവർക്കുണ്ടാകുന്ന ഫലങ്ങൾ എന്നുള്ള ദൃശ്യങ്ങൾ നേർക്ക് നേരെ കാണിച്ചു കൊടുത്തു. സാമ്പിൾ എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ കാണിച്ചു കൊടുത്തു. ഒരു ചിത്രീകരണം എന്ന് മാത്രമേ എന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ അങ്ങനെ കണ്ടുവന്ന് ആ കാഴ്ചകളൊക്കെ വിശ്വാസികളോട് പറഞ്ഞപ്പോൾ വിശ്വാസികളുടെ ശക്തി, ഈമാനിന്റെ ശക്തി വർദ്ധിച്ചു. അവർക്ക് ജാഗ്രതയുണ്ടായി, കരുതലുണ്ടായി. വലിയൊരു ഫലം, ഒരു മാറ്റം ആ സമൂഹത്തിൽ ഈ സംഭവങ്ങളിലൂടെ പ്രകടമായി എന്നതാണ്. അപ്പൊ നമ്മൾ ഇത് ഓർക്കുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു, ഇങ്ങനെ ഒരു ചരിത്ര സംഭവം കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ പ്രത്യേകമായ ഒരു അവസരം ഇങ്ങനെ കടന്നുപോയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ആ കാഴ്ചകൾ, മെഹറാജിന്റെ രാത്രിയിൽ കണ്ട കാഴ്ചകളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ടേ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ടേ അതിനെക്കുറിച്ചൊക്കെ ജാഗ്രത പുലർത്തുക. അവിടെ കണ്ട സ്വർഗവും സ്വർഗീയമായ അനുഭൂതികളും ആ സ്വർഗത്തിലെത്താൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ പണിയും പരിശ്രമവും പ്രവർത്തനവും നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടാവുക, പ്രാർത്ഥന നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടാവുക. ഇതുമായി ഒന്നുകൂടി ഇപ്പൊ പറയാനുള്ളൂ. പിന്നെ അതിന്റെ വേറെ ഒരു തലം, അങ്ങനെ ഒരു ചർച്ചയുണ്ട്. അപ്പൊ ആ ചർച്ചയ്ക്ക് നമുക്ക് ഇപ്പൊ പറ്റിയ സമയമില്ല. അതും ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് വേണമെങ്കിൽ പിന്നെ നടത്താവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതില് പിന്നെ ഈ ദിവസത്തിൽ നോമ്പുണ്ടോന്നൊക്കെ ഒരു പ്രശ്നമുണ്ട്. നോമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഇത് ദീനിയായിട്ട് പ്രാധാന്യമുള്ള ഒരു ദിവസമല്ലേ.
ചരിത്രപരമായി ദീനീ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം എന്തെങ്കിലും നോമ്പെടുക്കലോ അല്ലെങ്കിൽ പ്രത്യേക പ്രാർത്ഥനയോ പ്രത്യേക സംഗതികളോ സുന്നത്താണെന്ന് ചോദിച്ചാൽ പ്രബലമായ സ്വഹീഹായ ഹദീസുകളിലൊന്നും അങ്ങനെയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസം നോമ്പറ്റോ സഹാബികൾ നോമ്പറ്റോ അങ്ങനെ ഒരു സംഗതിയൊന്നുമില്ല. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ മേറാജാണ് എന്ന് പറഞ്ഞ് നോമ്പൊക്കെ എടുക്കുന്നുണ്ട്, നോമ്പൊക്കെ നോൽക്കും, അങ്ങനെയൊക്കെ സംഗതികളൊക്കെ ചെയ്യും. പക്ഷെ ഇതാണ് അത് സംബന്ധമായിട്ടുള്ള വസ്തുത എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനും നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്താനും ഒക്കെയുള്ള തൗഫീഖ് നമുക്കൊക്കെ പ്രദാനം ചെയ്ത് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد أيها المؤمنون أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, കഴിഞ്ഞ ആഴ്ച അതിന് മുമ്പത്തെ ആഴ്ച നമ്മൾ പറഞ്ഞില്ലേ, ഒരു എന്താ പറയാ, നമ്മുടെ അൽ ജാമിയയുടെ ഒരു വലിയ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് മാഷാ അല്ലാഹ് എല്ലാവരും അതിൽ സഹകരിച്ചിട്ട് ഏതാണ്ട് അതിന്റെ ലക്ഷ്യം പൂർത്തീകരിച്ച വലിയൊരു സന്തോഷമുള്ള കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഗതിയിൽ പങ്കുവഹിച്ച എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവർ കൊടുത്തതൊക്കെ ഒരു വഖഫിലേക്കാണ് കൊടുത്തത്. അല്ലാഹു തആല അത് അങ്ങനെ തന്നെ സ്വീകരിച്ച് നിലക്കാത്ത പ്രതിഫലം നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ വേറെ കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പാലിയേറ്റീവ് എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലൊരു സംവിധാനമുണ്ട്. ഇപ്പൊ ഇന്നലെ അതിൽ പാലിയേറ്റീവ് ദിനമായിട്ട് നമ്മൾ സഞ്ചരിച്ച് ഇന്നലെ ഇപ്പൊ ഞാൻ കുറേ യാത്ര പല ഭാഗത്തൂടെ പോയി. അപ്പൊ ഇങ്ങനെ റോഡ് വക്കിനൊക്കെ ഞാൻ ഒരുപാട് ആളുകളെ കണ്ടു, ഒരുപാട് ബക്കറ്റും പിടിച്ച് കൗണ്ടറിട്ട ആളുകൾ നിൽക്കുന്നുണ്ട്. ഈ എന്താ പറയുക, ശരണരും ആലംബഹീനരുമായ, ഇനി അതൊക്കെ ഞാളും ബലമൊക്കെ ഉണ്ടെങ്കിലും സൗകര്യവും സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു എന്താ പറയാ കരുതലും ഒരു സ്നേഹവും ഒരു പരിചരണവും ഒക്കെ ആവശ്യമുള്ള കിടപ്പ് രോഗികളും അല്ലാത്തവരൊക്കെ ആയിട്ടുള്ള, അല്ലെങ്കിൽ മാനസികമായി പിന്നെ അത്രയും ഫിറ്റല്ലാത്ത ആളുകളൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ നാട്ടിലുണ്ട്. ഇവർക്ക് വലിയ സേവനമാണ് നമ്മുടെ ഈ സംരംഭത്തിലൂടെ എല്ലാ മനുഷ്യരും ഒന്നു ചേർന്നിട്ടുള്ള ഒരു വലിയ മഹാപ്രസ്ഥാനമാണ് നമ്മുടെ പാലിയേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡേ ആണ് ഇന്നലെ. പക്ഷെ അതിന് കളക്ഷനാണ്. അപ്പോ ഇന്ന് നമ്മുടെ പള്ളിയിൽ അതിപ്പോ ഇന്ന് എടുക്കുന്നില്ല. അടുത്ത ആഴ്ച നിങ്ങൾ വരുമ്പോൾ എല്ലാവരും ഒന്ന് കരുതി അടുത്ത ആഴ്ചത്തെ നമ്മുടെ കളക്ഷൻ നമ്മുടെ പാലിയേറ്റീവിലായിരിക്കും. ആ നന്മയിൽ എല്ലാവരും സഹകരിച്ച്, മാത്രമല്ല അതിന്റെ മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും നമുക്കൊക്കെ സഹകരിക്കാൻ പറ്റുകയാണെങ്കിൽ, വീട് സന്ദർശിച്ച് ഒരു നോട്ടം കൊണ്ട്, ഒരു വാക്ക് കൊണ്ട്, ഒരു പ്രാർത്ഥന കൊണ്ട്, ഒരു സ്പർശനം കൊണ്ട്, ഒരു തലോടൽ കൊണ്ട് ഒരു മനുഷ്യന് ഒരു ആശ്വാസം കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതിലൊക്കെ പങ്കുവഹിക്കാൻ നമുക്കൊക്കെ ഈ അവസരങ്ങൾ ഉണ്ടാവണം. അതിനും ശ്രദ്ധിക്കണമെന്ന് കൂടി സമയത്ത് ഓർമ്മപ്പെടുത്താൻ അല്ലാഹു തആല നമുക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ, ആരോഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ വിഷമിക്കുന്നവർക്ക് അല്ലാഹു തആല, രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ തന്നെ വിഷമിക്കുന്നവർക്ക് അല്ലാഹു തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമുക്ക് ആയുസ്സും ആരോഗ്യവും നൽകട്ടെ. നൽകുന്ന ആയുസ്സിലൊക്കെയും ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അത് നമ്മളെ ഈമാനോടുകൂടി മരിപ്പിക്കട്ടെ. നാദാ ഈമാനോടുകൂടി മരിപ്പിക്കണേ തമ്പുരാനെ. അവസാനത്തെ ഞങ്ങളുടെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തെ ത്വയ്യിബയായിരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين.